തമിഴ് കോർട്ട് റൂം ഡ്രാമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയാമണിയുടെ ഗുഡ് വൈഫ്. ഗുഡ് വൈഫ് പറയുമ്പോൾ നല്ല ഭാര്യ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. 6 എപ്പിസോഡ് ഉണ്ട്. എല്ലാ എപ്പിസോഡും ഏകദേശം അരമണിക്കൂറോളം ഉണ്ട്. രേവതിയാണ് ഈ സീരീസ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ടു രേവതി. ആദ്യം തന്നെ എടുത്തു പറയാലോ. യൂഷ്വലി ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഞാൻ. എന്നെ 20 മിനിറ്റ് ആയപ്പോഴേക്കും ഉറക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റി വെച്ച ഹാറ്റ്സ് ഓഫ് ടു എന്നേ ഞാൻ പറയുള്ളൂ. എന്റെ 6 എപ്പിസോഡിൽ നിർത്തിയെന്ന എന്റെ ക്വസ്റ്റ്യൻ. ഒരു 20-30 എപ്പിസോഡ് ഇറക്കായിരുന്നില്ലേ? എന്നാൽ 2 മാസം സുഖമായി കിടന്ന് ഉറങ്ങായിരുന്നു. കാണാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇന്നാണ് തീർന്നത് മാത്രം. ഇതിനെ കോർട്ട് റൂം ഡ്രാമ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിന് വേണമെങ്കിൽ ഒരു കുടുംബ നാടകം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിംഗിൾ സെന്റൻസിൽ പറയണം വെച്ചാൽ ഗുഡ് വൈഫ് പ്രൊവൈഡ്സ് ഗുഡ് സ്ലീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഒരു സാധനമാണ്. ഇതിൽ എവിടെ കോർട്ട് റൂം ഡ്രാമ? 2 വക്കീലന്മാർ തമ്മിൽ ഹീറ്റഡ് ആർഗ്യുമെന്റ് ഒന്നും ഈ സീരീസിൽ കാണാനില്ല. പ്രിയാമണി വാദിക്കുണ്ടാവും, അതിന്റെ ഓപ്പോസിറ്റ് ഒരു നിർഗുണം വാദിക്കുന്നുണ്ടാവും. പ്രിയാമണി എന്ത് പറഞ്ഞോ അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന ജഡ്ജി ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഇതില്. ആൻഡ് 3-4 എപ്പിസോഡ് ആവണം ഈ കോർട്ട് പറയുന്ന സാധനം തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവര് വന്നിട്ട് മറ്റേ എന്താണ് അരിസിപ്പരിപ്പ് സാദം ഉണ്ടാക്കി കഴിക്കുന്നതും അടൈ ഉണ്ടാക്കി കഴിക്കുന്നതും കുനാഫ ഏത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നതും പാവയ്ക്കാ പൊരിയൽ എങ്ങനെ ഉണ്ട് പറയുന്നതും പിന്നെ എന്നും കേക്ക് വെട്ടലാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അടിയന്തരമായിരിക്കും. 4-5 എപ്പിസോഡ് ഈ സാധനം തന്നെയാണ് കാണിക്കേണ്ടായിരുന്നു. കോർട്ട് റൂം ഡ്രാമ എന്ന് പകരം കുടുംബ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇത് ബാഡ് ആണ് അല്ലെങ്കിൽ ഏറ്റവും മോശമാണെന്ന് ഞാൻ പറയാം. ദിസ് ഇസ് സോ ബോറിംഗ്. നിങ്ങൾ എന്തോ കണ്ടുപിടിച്ചോ, നിങ്ങൾ ആരെ പുറത്തിറക്കിക്കോ, ഞങ്ങൾക്കൊന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ സീരീസ് പോണത്. കോർട്ട് റൂം ഡ്രാമ പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ക്രിമിനൽ ജസ്റ്റിസ് ആണ്. അതിൽ ആ പങ്കജ് ത്രിപാഠിയുടെ ക്യാരക്ടർ പോയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുന്നത് നല്ല രസത്തിലാണ്. ആളുടെ ചില കോമഡി ഉണ്ടാവും, ആളുടെ കുറച്ച് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസത്തിൽ പോവാം. ഇത് പ്രിയാമണി എന്തിനോ വേണ്ടി ഒരു വണ്ടി എടുത്ത് ഓടുന്നു. അവിടെ വേറെ കുറെ വക്കീലന്മാർ എന്തൊക്കെയോ ചെയ്യുന്നു. നമ്മുടെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നു. പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നത്. അതാണ് ഈ സീരീസ്. ഇത് വന്നിട്ട് ഒരു അമേരിക്കൻ സീരീസ് ആയ ഗുഡ് വൈഫിന്റെ അഡാപ്റ്റേഷൻ ആണ് വേണ്ടി കാണിക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് കജോളിന്റെ ദ ട്രയൽ പറഞ്ഞിട്ട് കുറച്ച് കൊല്ലം മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വന്നിട്ട് മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. പിന്നെ എന്തിനു വീണ്ടും തമിഴിൽ അതേ സാധനം ഇറക്കിയിരിക്കുന്നത്? നമ്മൾ അത് കാണില്ലേ? എനിക്ക് അറിയാനായിട്ട് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും പൈസ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കണം വെച്ച് സാധാരണക്കാരെ സഹായിക്കുക. അവരെങ്ങനെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കട്ടെ. ഇത് എന്തോന്നട്ടെ, ഹിന്ദിയിൽ ഒരു സാധനം ഇറക്കും, അത് എല്ലാ ഭാഷയിലും ഇറക്കും. തമിഴിൽ അതേ സാധനം തന്നെ വീണ്ടും ഇറക്കും, അത് എല്ലാ ഭാഷയിലും ഇറക്കും. കജോളിന്റെ ആ സീരീസിൽ എനിക്ക് തോന്നി ഈ അവിഹിതം കാണിക്കുന്ന സമയത്ത് അത് കുറച്ച് ക്ലിപ്പിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് അവിഹിതം പറയുമ്പോൾ 4-5 ഫോട്ടോസിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ കജോൾ അതിൽ ചെകിട്ടത്ത് അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇതിൽ അതൊന്നുമില്ല. അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഡിറ്റോ തന്നെയാണ്. ഇവർക്കൊക്കെ എന്തിന്റെ പ്രാന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വേണ്ടവർ കണ്ടു നോക്കുക. പ്രിയാമണി അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വേറെ ഒരൊറ്റ എണ്ണം മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ല. ഒന്നുമില്ല പെർഫോം ചെയ്യാൻ. പ്രിയാമണി ഇതിലും നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് മാസ്റ്ററിൽ ആ റോൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. വേണ്ടവർ കണ്ടു നോക്കുക. എനിക്കൊന്നും ഒട്ടും മറക്കായില്ല. സുഖമായി കിടന്നു